തിരുവനന്തപുരം മംഗലപുരത്ത് തട്ടിക്കൊണ്ടുപോയ 15-കാരനെ ആറ്റിങ്ങലിൽ വെച്ച് കണ്ടെത്തിയിട്ടുണ്ട്. കീഴാറ്റിങ്ങലിൽ റബ്ബർ തോട്ടത്തിൽ തടഞ്ഞു വെച്ചിരുന്ന കുട്ടിയെ പോലീസ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ആദ്യം ഒരു പ്രതികരണത്തിലേക്ക്. എൻ്റെ അനിയനെ എൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ വീട്ടിലോട്ട് അവൻ പോകുന്ന വഴി തന്നെ അവനെ പിടിച്ചോണ്ട് പോയി കാറിൽ. എത്ര പേരുണ്ടായിരുന്നു? ഒരു 4 പേര് ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. അവിടെ കണ്ട ആൾക്കാർ പറയുന്നത് 4 പേരുണ്ടെന്നാണ്. ഈവൻ മുമ്പേ കൊണ്ട് മർദ്ദിച്ചിട്ടുണ്ട്. 2-3 ദിവസം മുന്നേ കൊണ്ടുപോയി റൂമിൽ പൂട്ടിയിട്ട് അവനെ ഇടിച്ച് കഞ്ചാവ് വലിപ്പിച്ച്. ഇവിടെ സ്റ്റേഷനിലെ കംപ്ലൈന്റ് ആയിട്ട് വന്നായിരുന്നു, പക്ഷേ കംപ്ലൈന്റ് എടുത്തില്ല. അപ്പൊ ഇതിപ്പോ എത്ര മണിക്ക് സംഭവം? ഇപ്പോൾ 1 മണിക്കൂറായി. 10ാം ക്ലാസ് പഠിക്കണോ? 10ാം ക്ലാസ് പഠിക്കുന്നത്. എത്ര പേരുണ്ടെന്ന് അറിയാമോ? അങ്ങനെ ആർ അനന്തകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അനന്തൻ, ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ആരോ കൂട്ടിക്കൊണ്ടുപോയി കഞ്ചാവ് വലിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ലഹരി സംഘം തട്ടിക്കൊണ്ടുപോയതാണോ അതോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും മുൻവൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വീട്ടുകാരുമായി ബന്ധപ്പെട്ട്? അനശ്വര, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി തിരുവനന്തപുരം മംഗലപുരം ഇടവിളാകമെന്ന ഗ്രാമം ആശങ്കയുടെ മുൾമുനയിലായിരുന്നു. 15-കാരനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാർത്ത നാടിനെ വലിയ ഭീതിയിലാഴ്ത്തി. പോലീസും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് അല്പസമയം മുമ്പ് 15-കാരൻ ആഷിഖിനെ ആറ്റിങ്ങലിന് സമീപം കീഴാറ്റിങ്ങൽ റബ്ബർ തോട്ടത്തിൽ നിന്ന് കണ്ടെത്തിയത്. പോലീസ് എത്തുമ്പോൾ ഗുണ്ടാ സംഘങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്ന നിലയിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. ഇതിൽ പോലീസിനെ കണ്ട് ഗുണ്ടാ സംഘത്തിലെ മറ്റുള്ളവർ രക്ഷപ്പെട്ടു. 2 പേരെ പോലീസ് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആഷിഖിനെ തിരികെ മംഗലപുരത്തേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി 7:45 കാറിലെത്തിയ ഗുണ്ടാ സംഘം വീട്ടിൽ നിന്ന് ആഷിഖിനെ ബലമായി പിടിച്ചിറക്കി കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയത്. ഉടൻ തന്നെ ബന്ധുക്കൾ മംഗലപുരം പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് ആഷിഖിന്റെ മൊബൈൽ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഈ ഗുണ്ടാ സംഘമാണ് ഫോണിൽ സംസാരിച്ചത്. അവർ പോലീസിനെതിരെ അസഭ്യം പറയുകയായിരുന്നു. തുടർന്ന് ഈ ഫോൺ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ ഇവർ പോയ ഭാഗം കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ആറ്റിങ്ങലിലെ കീഴാറ്റിങ്ങൽ റബ്ബർ തോട്ടത്തിൽ നിന്ന് ഈ ഗുണ്ടാ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയെ കണ്ടെത്തിയത്. സ്ഥലത്തെ ലഹരി മാഫിയ സംഘമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. നേരത്തെയും ആഷിഖിനെ ചിലർ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതേ സംഘമാണോ ഇപ്പോഴും ഈ മർദ്ദനം നടത്തിയത് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകൽ നടത്തിയത് എന്ന അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും കുട്ടിയെ കണ്ടെത്തുകയും മോചിപ്പിക്കുകയും ചെയ്തു. അനശ്വര. അനന്തൻ, ഇന്ന് നിയമസഭയിലടക്കം വലിയ ചർച്ചയായ വിഷയങ്ങളാണ്. ലഹരി നമ്മുടെ നാട്ടിൽ ഇത്രയധികം ശക്തി പ്രാപിക്കുന്നു എന്നുള്ളത്. ആ സമയത്താണ് നമ്മുടെ തലസ്ഥാനത്ത് നിന്ന് ഇത്തരത്തിലൊരു വാർത്ത വരുന്നത്. ഈ ലഹരി സംഘത്തെ പൂട്ടാൻ പോലീസ് എന്ത് നടപടിയാണ് എടുക്കുന്നത്? ഇവരുടെ പേരിൽ മുൻപ് ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണോ? ഈ മേഖലയിലുള്ള ഗുണ്ടാ സംഘമാണ് ഈ ആഷിഖിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ആറ്റിങ്ങൽ മംഗലപുരം മേഖലകൾ അവിടെ ഒട്ടേറെ ഈ ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനമുള്ള സ്ഥലമാണ്. മാത്രമല്ല, ലഹരി മാഫിയ സംഘങ്ങൾ പിടിമുറുക്കിയ ഒരു മേഖല കൂടിയാണ്. നിരവധി ലഹരി മാഫിയ സംഘങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ അവിടെ നിന്ന് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് അനശ്വര സൂചിപ്പിച്ചതുപോലെ നിയമസഭയിലടക്കം ഈ സംസ്ഥാനത്ത് തഴച്ചു വളരുന്ന ലഹരി മാഫിയ സംബന്ധിച്ചുള്ള വിഷയം ചർച്ചയായതിന് തൊട്ടു പിന്നാലെയാണ് ആറ്റിങ്ങലിൽ ഒരു നാടിനെ മുഴുവൻ ആശങ്കയിലാക്കിയ ഈ സംഭവം നടന്നിരിക്കുന്നത്. ഏതായാലും മണിക്കൂറുകൾക്കകം ആഷിഖ് തട്ടിക്കൊണ്ടുപോയ 15-കാരനെ കണ്ടെത്താൻ കഴിഞ്ഞത് വലിയ ആശ്വാസമാണ്. എങ്കിലും അതിലേറെ ആശങ്ക നിലനിൽക്കുന്നത് ഗുണ്ടാ സംഘങ്ങളും പ്രത്യേകിച്ച് ലഹരി മാഫിയ സംഘങ്ങളും ഒരു വീട്ടിൽ കയറി ഒരു കൗമാരക്കാരനെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രം ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. ഏതായാലും ഈ കസ്റ്റഡിയിലെടുത്ത 2 പേരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള അന്വേഷണം തുടരുന്നുണ്ട്. ഇന്ന് രാത്രി തന്നെ അവരും കസ്റ്റഡിയിലാകും എന്ന സൂചനയാണ് പോലീസ് നൽകുന്നത്. സ്ഥലത്തെ ലഹരി മാഫിയ സംഘം തന്നെയാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്ന് തന്നെയാണ് പോലീസിന്റെ അനുമാനം. അനശ്വര. ശരി, ആർ അനന്തകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. തലസ്ഥാനത്തു നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത്. ലഹരി സംഘം ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുന്നു, റബ്ബർ തോട്ടത്തിൽ തടഞ്ഞു നിർത്തുന്നു, പോലീസ് എത്തി അവരെ മോചിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഇത് സിനിമാ കഥയല്ല, തലസ്ഥാനത്ത് നടന്ന സംഭവമാണ്. പോലീസ് ഊർജിത അന്വേഷണങ്ങൾ നടത്തുകയാണ്.